നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈനിലേക്ക് പറക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരം പുറത്തുവന്നിരിക്കുകയാണ്. റഷ്യ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയുള്ള മോദിയുടെ പദ്ധതികളെയും പരിപാടികളെയും ലോകം ഉറ്റുനോക്കുന്നതിനിടയിലാണ് പുതിയ വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റിൽ ഉക്രൈൻ സന്ദർശിക്കുമെന്നാണ് വിവരം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഓഗസ്റ്റ് 23 ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഈ വിഷയത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം പുറത്തു വന്നിട്ടില്ല. എന്തായാലും മോദി സന്ദർശനം യാഥാർത്ഥ്യമായാൽ 2022 ആരംഭിച്ച റഷ്യൻ അധിനിവേശത്തിന് ശേഷം ഇതാദ്യമായിട്ടാകും മോദി ഉക്രൈനിലേക്ക് എത്തുക. G7 ഉച്ചകോടിക്കിടെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിന് ആഴ്ചകൾക്ക് ശേഷമാണ് മോദിയുടെ സന്ദർശന പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉക്രൈനിലെ സംഘർഷത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്യുകയും സമാധാനപരമായ പരിഹാരത്തിന് ഇന്ത്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മോദി ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. സമ്പൂർണ്ണ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള രണ്ടാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയെ ഇത് അടയാളപ്പെടുത്തി. ആദ്യത്തേത് കഴിഞ്ഞ വർഷം ജപ്പാനിൽ നടന്ന G7 ഉച്ചകോടി. ഉക്രൈനിയൻ വ്യോമപാത അടച്ചതോടെ ലോക നേതാക്കൾ പോളണ്ട് വഴി ഉക്രൈനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. മോദി ഈ വഴി പിന്തുടരുമെന്നും ഉക്രൈൻ സന്ദർശനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് ഉൾപ്പെടെയുള്ള പോളിഷ് നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മെയ് മാസത്തിൽ മോദി മൂന്നാം തവണയും അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ സെലൻസ്കി രംഗത്ത് വന്നിരുന്നു. ടെലിഫോൺ കോളിനിടെ രാജ്യം സന്ദർശിക്കാൻ സെലൻസ്കി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ഉക്രൈനിലെ സംഘർഷം നേരത്തെയും സമാധാനപരമായും പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ പിന്തുണയ്ക്കുന്നുവെന്ന് മോദി ആവർത്തിച്ചു. യുദ്ധത്തിൽ തകർന്ന രാജ്യത്തിന് ഇന്ത്യ മാനുഷിക സഹായം നൽകുന്നത് തുടരുമെന്നും മോദി പറഞ്ഞിരുന്നു. സംഭാഷണത്തിന് ശേഷം ഇന്ത്യയുമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ, പ്രത്യേകിച്ച് കാർഷിക കയറ്റുമതി, വ്യോമയാന സഹകരണം, ഫാർമസ്യൂട്ടിക്കൽ, വ്യാവസായിക ഉൽപ്പന്ന വ്യാപാരം എന്നിവയിൽ ഉക്രൈന് താൽപര്യമുണ്ടായെന്ന് സെലൻസ്കി അറിയിച്ചിരുന്നു. അടുത്തിടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഉക്രൈനിയൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബയുമായി ഫോണിൽ സംസാരിച്ചതിനെ തുടർന്ന് ഇന്ത്യയും ഉക്രൈനും തമ്മിൽ ഉയർന്ന തലത്തിലുള്ള ആശയവിനിമയം ഉണ്ടായിരുന്നു. ഉഭയകക്ഷി ബന്ധം കൂടുതൽ വികസിപ്പിക്കുക എന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടന്നതെന്ന് M. ജയശങ്കർ പറഞ്ഞിരുന്നു. നോക്കൂ, യുദ്ധം ആരംഭിച്ചതു മുതൽ അത് ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ പരിഹരിക്കാനാകൂ എന്ന നിലപാടാണ് ഇന്ത്യ നിലനിർത്തിയത്. ഏത് സമാധാന ശ്രമങ്ങൾക്കും സംഭാവന നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം ആദ്യം റഷ്യയിലേക്ക് പോയിരുന്നു. പ്രസിഡന്റ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്രമത്തിന് ഒരു പരിഹാരവും യുദ്ധക്കളത്തിൽ കണ്ടെത്താൻ കഴിയില്ലെന്ന് ഊന്നിപ്പറഞ്ഞിരുന്നു. പ്രാദേശിക സമഗ്രതയും പരമാധികാരവും ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനെ ബഹുമാനിക്കാൻ ഇന്ത്യ എപ്പോഴും ആഹ്വാനം ചെയ്യുന്നുണ്ട്. യുദ്ധക്കളത്തിൽ പരിഹാരമില്ല, ചർച്ചയും നയതന്ത്രവുമാണ് മുന്നോട്ടുള്ള വഴി എന്നതാണ് ഇന്ത്യയുടെ പക്ഷം. നിരവധി ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മോദി സന്ദർശനം ഇപ്പോഴും ആസൂത്രണ ഘട്ടത്തിലാണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും മോദിയുടെ സന്ദർശനത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. എന്തൊക്കെ ചർച്ചകളാകും ഉക്രൈനുമായി ഇന്ത്യ നടത്തുക എന്ന ആകാംക്ഷയിൽ തന്നെയാണ് ലോകം. അതിനിടെ ഏപ്രിലിൽ US കോൺഗ്രസ് പാസാക്കിയ $61 ബില്യൺ സഹായ പാക്കേജിന്റെ ഭാഗമായി ഈ വർഷം നവംബറോടെ ഉക്രൈന് ബജറ്റിലേക്ക് $79 ബില്യൺ നേരിട്ടുള്ള പിന്തുണ ലഭിക്കുമെന്ന് US-ലെ ഉക്രൈൻ അംബാസിഡർ ഒക്സാന മാർക്കറോവ അറിയിച്ചിട്ടുണ്ട്. മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ കലഹങ്ങൾക്കും ഉക്രൈനിലെ യുദ്ധക്കളത്തിലെ വഷളായ സാഹചര്യത്തിനും ശേഷം US ജനപ്രതിനിധി സഭ ഏപ്രിൽ 20 നിർണായകമായ വിദേശ സഹായ പാക്കേജ് പാസാക്കി. അതിൽ ഉക്രൈനുള്ള പിന്തുണ 60.84 ബില്യൺ ഉൾപ്പെടുന്നുണ്ട്. പാക്കേജിൽ നിന്നുള്ള $7.9 ബില്യൺ നേരിട്ടുള്ള ബജറ്റ് സഹായം സമീപ ഭാവിയിൽ ഉക്രൈനിലേക്ക് മാറ്റും. ബാക്കിയുള്ളവ ഒക്ടോബർ അവസാനത്തോടെ ലഭിക്കുമെന്ന് മാർക്കറോവ പറയുന്നുണ്ട്. അതായത് ഒക്ടോബർ അവസാനത്തോടെ എല്ലാ ബജറ്റ് സഹായ ഫണ്ടുകളും ഉക്രൈൻ സ്വീകരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യും. എന്തായാലും ഉക്രൈനിലേക്കുള്ള മോദിയുടെ സന്ദർശനത്തിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാകും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.